സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രമായ JSKയുടെ പേരിൽ ജാനകി എന്ന പേര് മാറ്റണമെന്ന് മുംബൈ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് വേണോ വേണ്ടോ എന്നുള്ളൊരു പബ്ലിക് റിവ്യൂ എടുക്കാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് പബ്ലിക്സിന്റെ കുറച്ച് റിവ്യൂ കാണാം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പേരിൽ എന്തോരം ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഇറങ്ങാൻ പോണത് അതെല്ലാം മാറ്റണ്ടേ? ഇതൊക്കെ വട്ടെന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. ആ സെൻസിൽ എടുക്കുക. ഫിലിമിന് അതിൻ്റെതായ എല്ലാത്തിലും കയറി ഇങ്ങനെ ഇടപെടാതെ അതിൻ്റെതായ ഇതിൽ വിടുക. ഇതൊന്നും ഒരു സില്ലി തിങ്. അങ്ങനെയാണെങ്കിൽ ജാനകി എന്ന് പേരുള്ള വീട്ടിൽ ജോലി എടുക്കണവരുണ്ടാവും, പല മേഖലയിൽ വർക്ക് ചെയ്യണവർ. അവരൊക്കെ സീതാദേവി എന്ന് പറഞ്ഞവരൊക്കെ കുരിച്ചിരുത്തട്ടെ എന്നാ. JSK മൂവിയിൽ ജാനകി എന്നുള്ള പേര് മാറ്റേണ്ട കാര്യമില്ല. ജാനകി എന്ന് അവർ പറയണത് സീത എന്ന ആളുടെ മറ്റൊരു പേരാണ്. ജനകന്റെ മകൾ സീത, സീതയുടെ മറ്റൊരു പേരാണ് ജാനകി. ആ ജാനകി എന്നുള്ളൊരു പേര് വെച്ചെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാനൊരു ജാനകി എന്നുള്ള പേര് എന്ത് വിവാദം ഉണ്ടാക്കണത്? വെറുതെ ആവശ്യമില്ലാണ്ട് ഉണ്ടാക്കണ വിവാദം. അഭിഭാഷകർ, എറണാകുളം ബാർ അസോസിയേഷനിലെ അഭിഭാഷകരുടെ മൊത്തം അഭിപ്രായം ആ സിനിമയുടെ പേര് മാറ്റരുതെന്ന് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മാറ്റുന്നതാണ് നല്ലത്. അതെന്തുകൊണ്ടാണ്? ഇത് സെൻസേഷണൽ കേസ് ആയതുകൊണ്ട്, ഈ പേര് സെൻസേഷണൽ ആയതുകൊണ്ട്, അങ്ങനെ ഭയക്കുന്നതുകൊണ്ട് സെൻസർ ബോർഡ് മാറ്റുന്നതാണ് നല്ലത്. പക്ഷെ അത് സിനിമയ്ക്ക് പേരല്ല, അതിനകത്ത് അതിൻ്റെ കണ്ടൻസ് ആണ് നമ്മൾ പ്രധാനമാക്കുന്നത്. പേരുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ള വിശ്വാസം. അപ്പോൾ അതൊക്കെ ഒരു അനാവശ്യ വിവാദമാണ് ഉറപ്പായിട്ടും. അതൊക്കെ തടയേണ്ടതാണ്. അതിനുവേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് അത് തടഞ്ഞ് ആ പടം പെട്ടെന്ന് റിലീസ് ചെയ്ത് ഉറപ്പായിട്ടും അതേ പേരിൽ തന്നെ ഇറക്കിക്കോട്ടെ. അതിലെന്താ തടസ്സം? അല്ലെങ്കിൽ ഇതിപ്പോൾ പിന്നെയും വേറെ പടങ്ങളൊക്കെ വരുമ്പോഴത്തേനും കുറേയും കൂടി പ്രശ്നത്തിലേക്ക് തന്നെ പോവുകയുള്ളല്ല. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിർബന്ധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരിക്കലും ശരിയല്ല. അത് ജനാധിപത്യത്തിനെതിരാണ്. ജാനകി എന്നുള്ള പേര് കഥാപാത്രമായിട്ട് ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒന്നും ഈ പ്രശ്നം ഉണ്ടായില്ലേ? ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ചുരുക്കി പറഞ്ഞ ആരാണ്? BJP തന്നെയാണ്. ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് സുരേഷ് ഗോപി ഇതുവരെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ന്യൂസ് വരുന്നത്. സുരേഷ് ഗോപിക്ക് പറയാൻ പറ്റൂല. കാരണം സുരേഷ് ഗോപി നിൽക്കണത് ആ തൊഴിലല്ലേ, ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആളല്ലേ. അയാൾ ഇനി നാളെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊക്കെ വേറെ വിധത്തിൽ വരും. കഥ എഴുതുന്ന പറഞ്ഞ ഒരു കഥ എഴുതുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇന്ന പേരിടണമെന്ന് വന്നപ്പോൾ അവർ സെൻസർ ബോർഡ് ഈ പടം ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ച് ഇത് റിലീസാക്കി കൊണ്ടുവരാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടേണ്ടി. ആ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പണി വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് വരും. ഇതേ അങ്ങനെ ഒരുപാട് പടങ്ങൾ ഇപ്പോഴും പെട്ടിക്കാത്തിരിപ്പുണ്ട്. പൊങ്ങിയിട്ട് ഒരു സിനിമയെ എതിർക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു കോമൺ നെയിമാണ്. അതിവിടെ യാതൊരു ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയോ പ്രതിദാനം ചെയ്യുന്ന ഇല്ല. അതിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജാതിപരമായി മതപരമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എതിർക്കാം. സ്റ്റേറ്റ് ഓഫ് കേരളയിലെ ജാനകി സീതയുടെ വേറൊരു പേരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യൂ വരുന്നത്, അതിലെനിക്കൊരു അർത്ഥമുണ്ട്, മീനിങ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് മാറ്റുന്നതിനെ പറ്റി അത് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ കൾച്ചർ എടുത്ത് നോക്കുമ്പോൾ തന്നെ അത് പല ആൾക്കാർക്കും നോർമലി ഇടുന്ന ഒരു പേരാണ്. ഇപ്പം അവരതൊരു ഇഷ്യൂ ആക്കി കൊണ്ടുവന്നതിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും. ജാനകിയുടെ പേരോട് തെറ്റൊന്നുമില്ല. എന്നാൽ തെറ്റ് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, കാണുന്നവർ കാണട്ടെ. സിനിമയിൽ ഒരു ദൈവത്തിന്റെ പേര്, സാമീപ്യമുള്ള ഒരു പേര്, ഒരു ക്യാരക്ടറിന് വന്നു എന്ന് പറഞ്ഞിട്ട് ആ പേര് മാറ്റണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായം തോന്നുന്നുണ്ടോ? സിനിമയായിട്ട് ഇതിനു മുമ്പും ഈ പേരൊക്കെ വന്നത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. സിനിമയായിട്ട് കണ്ടാൽ മതി. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നല്ലാതെ ഇതിനകത്തൊക്കെ ഒരു കഥയില്ല. ഇല്ല, ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങളല്ലേ നമ്മളൊക്കെ. ഇതൊക്കെ പറയുമ്പോഴും ഇത് ഈ ചർച്ച വരുംതോറും ഇതിന് കളക്ഷൻ കൂടും. ഈ പടം പുറത്തു വന്നാൽ കളക്ഷൻ കൂടും, ജനങ്ങൾ ശ്രദ്ധിക്കും. പ്രമോഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രമാണെന്നാണോ ചേട്ടൻ? അങ്ങനെയാണ് ഇതിന്റെ വർക്ക് ചെയ്ത് വരുമില്ലേ. ഇതിലേക്ക് വരുന്നത് അങ്ങനെ വരുള്ളൂ. ഇത് ജനങ്ങളെ കൊണ്ട് മൊത്തത്തിൽ ചർച്ച ചെയ്യിച്ച് തിയേറ്ററിൽ വരുമ്പോൾ ഇതൊരു വൻ ചർച്ചയായി ജനങ്ങളെ ഒരു ഫെയിം ആക്കാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. ശരിക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഒരു ചെറിയ അറിവ് അനുസരിച്ചിട്ട് ഈ ഫിലിം വെളിച്ചം കാണാൻ ഇതില്ലാത്തൊരു ഫിലിമിനെ വളർത്തിയെടുക്കുക. സുരേഷ് ഗോപിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് വളർത്തിയെടുക്കാന്നുള്ളൊരു ഒരു ഇത് നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതിൽ കൂടുതൽ പ്ലീസ് ഡോണ്ട് ആസ്ക്. You're welcome.